ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാരണം എന്നെ കൊല്ലാനല്ല അയാള് വന്നത്, രോഹിത്തിനെ കൊല്ലാന്. അയാളുടെ ആ ഭ്രാന്തൻ രീതി കണ്ടതുകൊണ്ട് ഞാൻ പറയാ, അയാൾ അടങ്ങിയിരിക്കില്ല കുഞ്ഞേച്ചി. അയാള് രോഹിത്തിനെ അപായപ്പെടുത്തും. രോഹിത്, നീ എന്താ ഇവിടെ? പ്രശാന്തോ? അപ്പോ ഇവൻ തന്നെയാണ് ചാകേണ്ടവൻ. അവര് സിസ്റ്റർ, ശ്യാമയ്ക്കുള്ള മരുന്നാ. മോനെ, നമുക്കെന്നാ വീട്ടിൽ പോയിട്ട് വരാം. ഇവിടെ ഇപ്പം ശാരികയും ശാലിനിയും വിഷ്ണുവും ഒക്കെ ഉണ്ടല്ലോ. ഡോക്ടർ ഡോക്ടർ ഇവിടെ ഇപ്പൊ ഗൈനക്കോളജി നോക്കുന്നത് ഞാനാ. ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ? ശ്യാമയുടെ ശാലിനിയുടെ അമ്മയല്ലേ? ആ, ശാരദാമ്മ. ആ, ഡോക്ടർക്ക് നല്ല ഓർമ്മയാണല്ലോ. നിങ്ങളെല്ലാരെയും പെട്ടെന്ന് എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ? ശാരദാമ്മ, എന്നാ ഞാൻ പുറത്ത് വണ്ടി വല്ലതും കിട്ടുമോ നോക്കട്ടെ. അല്ല, ഇവിടെ ഇപ്പൊ ആരെങ്കിലും അഡ്മിറ്റ് ആണോ? ശ്യാമയാ കിടക്കുന്നത്. ഒരു അക്രമിയുടെ വെടിയേറ്റതാ. സർജറി കഴിഞ്ഞു. ഓ, അത് ശരി. ആരാ ഡോക്ടർ? മാലിനി ഡോക്ടർ, അങ്ങനെയാ പറഞ്ഞത്. ICUലാ. എന്തായാലും ഞാൻ കയറി കണ്ടോളാം. എനിക്കിപ്പോ ഒരു എമർജൻസി കേസുണ്ട്, അതിന് വന്നതാ. എന്നാ പിന്നെ കാണാം. ശരി ഡോക്ടർ. അമ്മേ, അവരാരാ? മോനെ, വണ്ടിയൊന്നും കിട്ടിയില്ലേ? ഒരു ഓട്ടോ വരുന്നുണ്ട്. മോനും ചോദിച്ചു നോക്ക. ചേട്ടാ, ഓട്ടം പോവോ? പോവാം. കേറിക്കോ. കേറിക്കോ.
പ്രതിസന്ധികൾ നേരിട്ടതല്ലേ നമ്മള്. അതിന്നൊക്കെ നമ്മൾ കരകയറി വന്നിട്ടുള്ളതുമാണ്. പിന്നെന്തിനാ നീ ഇങ്ങനെ ഭയപ്പെടുന്നത്? അയാൾ ഇനി നമ്മുടെ ആരുടെയും മുന്നിലേക്ക് പോലും വരാൻ വഴിയില്ല. പോലീസ് അയാളെ തേടി സിറ്റി മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെ കണ്ണും വെട്ടിച്ച് അയാൾക്കങ്ങനെ ഒളിച്ചിരിക്കാനും പറ്റില്ല. എന്റെ കാര്യത്തിൽ യാതൊരു ഭയവും ഇല്ല കുഞ്ഞേച്ചി. കാരണം എന്നെ കൊല്ലാനല്ല അയാള് വന്നത്, രോഹിത്തിനെ കൊല്ലാന്. അയാളുടെ ആ ഭ്രാന്തൻ രീതി കണ്ടതുകൊണ്ട് ഞാൻ പറയുവാ, അയാൾ അടങ്ങിയിരിക്കില്ല കുഞ്ഞേച്ചി. അയാള് രോഹിത്തിനെ അപായപ്പെടുത്തും. ക്ഷമേ, ഈ സംഭവത്തോടെ അയാൾ പോലീസിന്റെ നോട്ടുപുള്ളിയായി കഴിഞ്ഞു. ഇനിയിപ്പോ ചന്ദ്രബോസിന്റെ സഹായം ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ദിവസമൊന്നും ചന്ദ്രബോസിന് അയാളെ സംരക്ഷിച്ചു നിർത്താനൊന്നും ആവില്ല. കാരണം ചന്ദ്രബോസിന്റെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെയാ നമ്മൾ ഈ കേസിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ പറയുന്ന ഉപേന്ദ്രന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ പോലും ചന്ദ്രബോസിന് ആവില്ല. കുഞ്ഞേച്ചി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുഞ്ഞേച്ചി. പക്ഷെ ഇത്രയും ആള് വരുന്ന ഹോസ്പിറ്റലില് അയാൾ ഏത് വേഷത്തിലും വരാം. അയാളല്ലെങ്കിൽ പിന്നെ മറ്റാരെങ്കിലും. ഏത് രീതിയിലായാലും രോഹിത്തിനെ ഇല്ലാതാക്കുക എന്നത് മാത്രം അയാളുടെ ലക്ഷ്യം. അതുകൊണ്ട് അയാൾ ആ വഴിയും ചിന്തിക്കും. ശരിയാ, നീ പറയുന്നതിലും കാര്യമുണ്ട്. കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവന് മാർഗങ്ങള് പലതാണല്ലോ. 2 പോലീസുകാരെ ഡ്യൂട്ടിക്കിടാൻ പറയാം. അതാവുമ്പോ ഇതിനകത്ത് കയറിയുള്ള കയ്യാങ്കളിക്ക് ആരും തയ്യാറാവില്ലല്ലോ. കുഞ്ഞേച്ചി, എന്തൊക്കെ ദുരിതങ്ങളാ നമ്മളീ സഹിക്കുന്നത്. നമ്മുടെ ജീവിതം എന്താ ഇങ്ങനെയായി പോയത്? നമ്മളെ ഓർത്ത് കരയാൻ മാത്രമാ നമ്മുടെ അമ്മയുടെ വിധി. കുഞ്ഞേച്ചി, അമ്മയെ ശ്രദ്ധിച്ചേക്കണേ. ഇല്ലെങ്കിൽ ആ പാവം കരഞ്ഞ് തളർന്നു വീഴും. മാഡം, അധികം സംസാരിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കിടക്ക്, നന്നായിട്ടൊന്ന് ഉറങ്ങ്. ഞങ്ങളൊക്കെയുണ്ട് പുറത്ത്. നിന്റെ രോഹിത്തിനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. പോലീസിന്റെ സംരക്ഷണം വേണമെങ്കിൽ അതും റെഡിയാക്കാം.